ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയുടെ മാവോയിസ്റ്റ് വേട്ട തുടരുന്നു. ദന്തേവാഡ അതിർത്തിയിലുണ്ടായ ഏറ്റുമുട്ടലിനിടെ 36 പേരെയാണ് വെടിവെച്ചു കൊന്നത്. മാവോയിസ്റ്റുകൾക്കായി പ്രദേശത്ത് ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. AK-47 തോക്കുകൾ അടക്കം മാവോയിസ്റ്റുകളിൽ നിന്ന് കണ്ടെടുത്തതായി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അറിയിച്ചു. അതിൽ പാലോട് നൽകും വിശദാംശങ്ങൾ. അതിൽ ഈ പ്രദേശത്ത് കൃത്യമായ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ഈ മാവോയിസ്റ്റുകൾക്കായുള്ള തിരച്ചിൽ ഇപ്പോൾ ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത്? ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. 194 മാവോയിസ്റ്റുകളെ ഈ വർഷം മാത്രം കൊന്നു. ഈ കണക്കുകൾ പുറത്തു വരുമ്പോൾ വരുന്ന വിവരമാണ്. ഈ കണക്കുകളിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ ഒരു മാവോയിസ്റ്റ് വേട്ട എന്ന് പറയാവുന്ന തരത്തിലുള്ള ഏറ്റുമുട്ടലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തുടങ്ങിയ ഛത്തീസ്ഗഡിലുള്ളത്. ബസ്തർ മേഖലയിലാണ്. ഇത് മാവോയിസ്റ്റുകളുടെ ഒരു താവളമാണ്. അവരുടെ നേതാക്കളടക്കം താമസിക്കുകയും കാര്യങ്ങൾ ആലോചിക്കുകയും ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്ന മേഖല, വനമേഖലയാണ് ഈ ബസ്തറിലുള്ളത്. ദന്തേവാഡ അതിർത്തി, നാരായൺപൂർ, ദന്തേവാഡ ജില്ലകളുടെ അതിർത്തി പ്രദേശങ്ങൾ വനമേഖലയാണ്. ഇവിടെയാണ് അവർ താവളമടിക്കുന്നത്. ഇവിടെ പോലീസിൻ്റെ പ്രത്യേക ടാസ്ക് ഫോഴ്സും ഇതിൽ നിന്നും മാവോയിസ്റ്റുകളിൽ നിന്നും പുറത്തേക്ക് വന്നവരെ ഉൾപ്പെടുത്തി രൂപീകരിച്ച മറ്റ് സംഘങ്ങളും ചേർന്ന് നടത്തിയ ഒരു തെരച്ചിലാണ് ഒരു ഏറ്റുമുട്ടലിലേക്ക് കലാശിക്കുകയും 36 പേരുടെ മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തത്. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. പ്രദേശത്ത് തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യം, AK-47 അടക്കമുള്ള ആയുധശേഖരം, വൻ ആയുധശേഖരമാണ് ഈ തെരച്ചിലിൽ കണ്ടെത്തിയത് എന്നതാണ്. ഇനിയും മരണസംഖ്യ ഉയർന്നേക്കും. ഏറ്റുമുട്ടൽ ഇപ്പോഴും ഛത്തീസ്ഗഡിൽ തുടരുകയാണ്. രാജ്യത്തെ ഈ വർഷത്തെ ഏറ്റവും വലിയ മാവോയിസ്റ്റ് വേട്ടയാണ് ഇന്നലെ മുതൽ ഛത്തീസ്ഗഡിൽ തുടങ്ങിയിരിക്കുന്നത്. ശരി, അതിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.